അയോധ്യ സംഭാവന കൊള്ളക്കേസിലെ പ്രതികൾ ദിവസേന 6 മുതൽ 8 ലക്ഷം രൂപ വരെ തട്ടിയെടുത്തിട്ടുണ്ട് എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. കേസിന്റെ വ്യാപ്തി കണക്കിലെടുത്ത ക്ഷേത്ര നിർമ്മാണത്തിന്റെ അടക്കം 5 വർഷത്തെ കണക്കുകൾ റീഓഡിറ്റ് ചെയ്യാനാണ് SIT തീരുമാനം. അതിനിടെ അയോധ്യയ്ക്ക് പിന്നാലെ ബദ്രിനാഥ് ക്ഷേത്രത്തിലും സംഭാവന കൊള്ള ആരോപണം ഉയരുകയാണ്. സംഭവത്തിൽ ബദ്രിനാഥ് കേദാർനാഥ് ക്ഷേത്ര സമിതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയോധ്യ സംഭാവന കൊള്ളയിൽ അന്വേഷണം മുറുകുമ്പോൾ മോഷണത്തിന്റെ വ്യാപ്തിയും വർദ്ധിക്കുകയാണ്. മോഷണ വിവരം പുറത്തുവരുന്നതിന് മുൻപ് സംഭാവനയായി ദിവസേന ക്ഷേത്ര ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിരുന്നത് 16 മുതൽ 18 ലക്ഷം രൂപ വരെയാണ്. എന്നാൽ കൊള്ളയുടെ വിവരം പുറത്തു വന്നതോടെ ഈ കണക്കിൽ മാറ്റമുണ്ടായി. 24 മുതൽ 26 ലക്ഷം രൂപ വരെയായി വരുമാനം ഉയർന്നു. ഇതോടെയാണ് ഒരു ദിവസം മാത്രം ചുരുങ്ങിയത് 6 ലക്ഷം രൂപ വരെ തട്ടിയെടുത്തിട്ടുണ്ടാകാമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയത്. ബാങ്ക് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. സംഭാവന എണ്ണുന്നവർ മാത്രം വിചാരിച്ചാൽ ഇത്രയും തുക കൊള്ളയടിക്കാനാകില്ലെന്നും ഉന്നതർക്ക് പങ്കുണ്ടാകുമെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി നടന്ന കുംഭമേള കാലത്താണ് ഏറ്റവും കൂടുതൽ കൊള്ള നടന്നത്. അന്ന് തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായി. മോഷണ വിവരം അന്നേ അറിയാമായിരുന്നിട്ടും ക്ഷേത്രം ട്രസ്റ്റ് പരാതി നൽകിയിരുന്നില്ല. ക്ഷേത്രത്തിലെ 2 CCTV കൺട്രോൾ റൂമുകളിൽ ഒന്ന് പോലീസിന്റെ നിയന്ത്രണത്തിലായിരുന്നിട്ടും നടപടി ഉണ്ടാകാതിരുന്നത് ദുരൂഹമെന്നും അന്വേഷണ സംഘം പറയുന്നു. ഈ സാഹചര്യത്തിൽ 5 വർഷത്തെ കണക്കുകൾ പരിശോധിക്കാനാണ് SITയുടെ തീരുമാനം. ക്ഷേത്ര നിർമ്മാണ ചെലവുകളും സ്ഥലം വാങ്ങിയതും ഇതിൽ ഉൾപ്പെടും. ക്ഷേത്ര നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നൃപേന്ദ്ര മിശ്രയാണ്. BJP ഭരിക്കുന്ന UP സർക്കാർ നിയോഗിച്ച SIT അതിന് തയ്യാറായാൽ കേസ് മറ്റൊരു തലത്തിലേക്കും രാഷ്ട്രീയ ചർച്ചകളിലേക്കും കടക്കും. അറസ്റ്റിലായവർ ഭൂമി വാങ്ങിയതിലും അന്വേഷണം തുടരുകയാണ്. അതേസമയം അയോധ്യയ്ക്ക് പിന്നാലെ ബദ്രിനാഥ് ക്ഷേത്രത്തിലും സംഭാവന കൊള്ള ആരോപണം ശക്തമാവുകയാണ്. സന്നദ്ധ സംഘടനയായ ഭൈരവ് സേനയാണ് ബദ്രിനാഥ് കേദാർനാഥ് ക്ഷേത്ര സമിതി സിഇഒക്ക് പരാതി നൽകിയത്. ട്രസ്റ്റ് ചെയർമാൻ ഹേമന്ത് ദ്വിവേദിയുടെ പേഴ്സണൽ സെക്രട്ടറിക്ക് കൊള്ളയിൽ പങ്കുണ്ടെന്നാണ് ആരോപണം. പിന്നാലെ ക്ഷേത്ര ട്രസ്റ്റ് അന്വേഷണം പ്രഖ്യാപിച്ചു. എന്നാൽ ആരോപണ വിധേയനായ വ്യക്തി ക്ഷേത്ര ജീവനക്കാരൻ മാത്രമാണെന്നും തന്റെ സെക്രട്ടറി അല്ലെന്നും ഹേമന്ത് ദ്വിവേദി വിശദീകരിച്ചു. ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ കുറ്റക്കാരെ വെറുതെ വിടില്ലെന്നും ക്ഷേത്ര സമിതി പ്രതികരിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.